ഇവിടെ സ്റ്റോപ്പ് ഉണ്ടാ? പിന്നെ ട്രാൻസ്പോർട്ടൊക്കെ ഇവിടെ നിർത്തിപ്പോ. ആരാ പറഞ്ഞേ? വറുതു. അവൻ കഴിഞ്ഞ ആഴ്ച MLA കാണാൻ തിരുവനന്തപുരത്ത് പോയത് ഇവിടുന്നല്ലേ? വറുതു പറഞ്ഞ അവിടെ KSRTC നിർത്തുന്നത്? ആ, എനിക്ക് തോന്നല്ലേട്ടാ. എടാ MLAയുടെ പ്രത്യേക ഓർഡറാണ് ഇവിടെ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന്. ഇവിടെ എന്തിനാ സ്റ്റോപ്പ്? എടാ നമ്മുടെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ഇല്ലേ, അയാളുടെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്ന ഇവിടേക്കാണ്. അത് ശരി. അപ്പൊ ഇവിടെ ആ, ഞാൻ ഇവിടെ എന്നെ വിളിക്കരുതേട്ടാ ജി, വണ്ടി ഇവിടുന്ന് കിട്ടിയില്ലാന്നും പറഞ്ഞിട്ട്. പിന്നെ ഞാൻ തൃശ്ശൂർ വരെ നടന്നു പോയാലും ശരി എന്നെ വിളിക്കില്ല. അല്ല പറഞ്ഞ നേരെ വഴിക്കട നീ വിട്ടോ. അന്ന് വിളിക്കാം. ആ അതെ, നിക്ക്. നീ ആ മേശ്രി ബാലിനെ ഒരു 10,000 റുപ്യ കൊടുക്കണം നാളെ. എന്തിനാ 10,000 റുപ്യ? ഐ, നമ്മുടെ കട ഷീറ്റിട്ടില്ലേ, അതിന്റെ 10,000 റുപ്യ നാളെ കൊടുക്കാന്നാ പറഞ്ഞു. ഇന്നിപ്പോ നേരെ വഴിക്കില്ലേ, നാളെ കൊടുക്കണം. ഓ, അയാളുടെ മോളുടെ കല്യാണാണല്ലോ. ആവശ്യത്തിന് കാശ് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഭാസ്കറിന്റെ വീടിന്റെ അപ്പുറത്താണ് വീട്. ആ, എനിക്കറിയാം. ആ, അപ്പൊ നാളെ കൊടുക്കണട്ടാ. രാവിലെ കൊടുത്താ മതി. ശരി. ആ, നോക്കിപ്പോക്കോ. ഇനി അവിടെ ഇവിടെ നിൽക്കണ്ട, നേരെ വീട്ടിൽ ചെല്ലേ. പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. വിളിച്ചോട്ടാ, നാളെ കൊണ്ട് വിളിക്കാണ്ടിരിക്കണ്ട. പിന്നെ ഇനിയിപ്പോ വറുതു വെറുതെ പറഞ്ഞു. അലോവേര ക്രീം അല്ലേ? അതൊക്കെ ഞാൻ 3 പ്രാവശ്യം തേക്കണ്ടേ. അതിന് ചേട്ടാ, ആദ്യം നല്ല ചൂടുവെള്ളത്തിൽ മോൻ കഴുകിട്ട് വേണം അലോവേര തേക്കാൻ. അല്ല മുത്തേ, അപ്പൊ പൊള്ളില്ലേ? ചേട്ടന്റെ ഒരു കാര്യം, തിളച്ച വെള്ളം കൊണ്ടല്ല, ഇളം ചൂടുള്ള വെള്ളം കൊണ്ടാ മോൻ കഴുകേണ്ടത്. ഓ, ഇളം ചൂടുവെള്ളം കൊണ്ട്. അപ്പോ ഈ 3 നേരം തേച്ചാലേ നമുക്ക് ഫേഷ്യൽ ഒന്നും ചെയ്യണ്ടേ? ഈ ക്രീം 4 മാസം തുടർച്ചയായി തേച്ചു കഴിഞ്ഞാലേ ഫേഷ്യൽ ഇതിന്റെ ഇരട്ടി ഗുണ കിട്ടുക. ആണോ? പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ചേട്ടനെ കാണാൻ നിവിൻ പോളിലെ പോലുണ്ട്. ഒന്ന് പോവല്ലേ. എനിക്ക് നിവിൻ പോളിയുടെ ചായ ഉണ്ടെന്നുള്ള സത്യം. പക്ഷെ അതൊക്കെ നീ ഇങ്ങനെ പബ്ലിക്കായി പറഞ്ഞാൽക്കാ, അതൊന്നും വേണ്ടാ. എന്റെ സുന്ദരിക്കുട്ടി, നിന്നോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയൂ. എന്താ? അല്ല, നീ സത്യം പറയൂ. പറയാതെ പിന്നെ. അതെ, ഈ മുഖത്ത് തേക്കാൻ വെളുക്കാനുള്ള ക്രീം ഇല്ലേ, അത് 2 ആഴ്ച തേച്ചാ എന്റെ മുഖം നന്നായി വെളുക്കും. നിന്റെ കുടുംബം വെളുക്കും. ഓ, അതെന്താ കുട്ടി അങ്ങനെ സംസാരിക്കല്ല? പ്രാഞ്ചി നിനക്ക് വെളുക്കല്ല വേണ്ടോ? ആ കാര്യം ഞാൻ അവസാനം നാട്ടുകാരെ കൂടി നിന്നെ അടിച്ചിട്ട് ഷൂ എന്ന് മുള്ളിക്കാഞ്ഞാ മതി. പ്രാഞ്ചേട്ടൻ എന്നെ അത്തരക്കാരനെ കാണരുത്. ഞാനേ അത്യാവശ്യമായിട്ടൊന്ന് ബാങ്ക് വരെ പോയിട്ട് വരാം. എനിക്കൊരു ചെക്ക് ബുക്ക് വാങ്ങണം. എന്നാ പ്രാഞ്ചേട്ട എനിക്ക് ഒരെണ്ണം മേടിച്ചോ. അതിന് നിനക്ക് ആ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാ? അത് കിട്ടാൻ അതൊക്കെ വേണോ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. അതേ, അല്ല ചോദിച്ചതിനിപ്പോ എന്താ ചൂടാവണ്? ഇല്ല, ഇവിടെ നമ്മുടെ മേശ്രി ബാലന്റെ വീട് നിന്റെ വീടിന്റെ അടുത്തല്ലേ? അതെ. ബാലനൊരു ചെക്ക് കൊടുക്കണം. അതെന്തിനാ പ്രാഞ്ചേട്ടാ? നമ്മുടെ കുരുവേട്ടന്റെ കടയിൽ ചെറിയ മരാമത്ത് പണിയൊക്കെ ഉണ്ടായിരുന്നടാ. മരാമത്ത് പണി എന്ന് വെച്ചാ? അതിൽ ആ റൂഫിന്റെ ഇതൊക്കെ ഒന്ന് മാറ്റിണ്ടായിരുന്നു. മഴക്കാലല്ലേ വരാൻ പോണേ. റൂഫിംഗ് ഷീറ്റ് മാറ്റാൻ 10,000 രൂപയെ? ഒരു 5,000 രൂപ തന്നാൽ ഞാൻ എൻ്റെ മാമൻ്റെ മകനും കൂടി അത് ശരിയാക്കി തരുമായിരുന്നു പ്രാഞ്ചേട്ടാ. എന്നിട്ട് വേണം അതൊക്കെ ഇടിച്ചു പൊടി ഞങ്ങളുടെ തലയിൽ വീഴാൻ. അതന്നെ നിങ്ങൾ മുതലാളിമാരുടെ കുഴപ്പം. ഞങ്ങൾ എന്നൊരു വിശ്വാസമില്ലേ തൊഴിലാളികളെ? എനിക്ക് ഇത്തിരി വിശ്വാസക്കുറവുണ്ട്. അതിൽ വിഷമമുണ്ട്. നീ അങ്ങോട്ട് സഹിച്ചോ. നീ നിന്ന് തിരിയാണ്ട് വേഗം കടയിലേക്ക് പോവാ ഭാസ്കര. ഓ, എന്താ കഴിഞ്ഞോടി? ഹേയ്, കുറച്ചും കൂടി. ആലീസേച്ചി, അപ്പൊ എനിക്ക് വെറുതെ തോന്നുന്നതല്ല അല്ലേ? എന്താ നീ എന്തേ പറയണേ? ഞാനൊരു കാര്യം ചോദിച്ചാലേ, ആലീസേച്ചി സത്യം പറയുവോ? എന്താ നീ കാര്യം പറ. ചേച്ചി സത്യം പറയുവോ? ദേ പെണ്ണെ, വേഷം കിട്ടല്ലേ ചോദിക്കാൻ. ആലീസേച്ചി എല്ലാ മാസം അമ്മയെ കാണാൻ പോവാറില്ലേ? അപ്പൊ നാട്ടിലോട്ട് ബ്യൂട്ടി പാർലറിൽ പോവാറില്ലേ? നിനക്കെന്താ തലയ്ക്ക് വെളിവില്ലേ? ബ്യൂട്ടി പാർലറിലേ പള്ളി പോകാൻ സമയം കിട്ടില്ല അവിടെ പോയിട്ടുണ്ടെങ്കിൽ. പിന്നെ അവിടെ ഇപ്പൊ എന്താ മാല മറിക്കണ പണിയാ? നിനക്കറിയാൻ പാടില്ലാണ്ട് എനിക്കൊരു നാത്തൂനില്ലേ അവിടെ? മോളെ, ഞാൻ അവിടെ ചെന്ന ഒരു പിഞ്ഞാനോടുത്ത് നീക്കി വെക്കണമല്ല. ഞാൻ വന്ന ദിവസം പണിന്നൊക്കെ ലീവാന്നാ ഉള്ള വിചാരം. അതെല്ലായിടത്തും അങ്ങനെ തന്നെയാ ആലീസേച്ചി. അതുകൊണ്ടല്ലേ ഈസ്റ്ററിനും ക്രിസ്മസിനും മാത്രം ഞാൻ വീട്ടിൽ പോകുന്നത്. നീ എന്താ അങ്ങനെ വെച്ചാ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോണ്ടെന്ന്? അല്ല,
ഈയിടെയായിട്ട് ആലിസ് ചേച്ചിക്ക് കുറച്ച് ഗ്ലാമർ കൂടിയില്ലേന്നൊരു സംശയം. സത്യമായിട്ടും ഇവിടുത്തെ നല്ല തുടുത്ത്. ഒരു വീട്ടിലും അങ്ങനെ തന്നെ പറയുന്നു. കണ്ട കണ്ട എന്താ കുട്ടൻസ്? ആരോടെങ്കിലും പറയോ? ഞാൻ ആരോടും പറയില്ല. സത്യം പറ. സത്യമായിട്ട് ഞാൻ ആരോടും പറയില്ല. പറ. ഞാനേ എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്തെ ഇച്ചിരി തൈരെടുത്ത് മുഖത്ത് വരട്ടെ. തൈരോ? സത്യമായിട്ടും? ചുമ്മാതല്ല ഞായറാഴ്ച സർലാസ് വയ്ക്കാൻ നേരത്തെ തൈര് കാണാതിരുന്നത്. പിന്നെ അതിന് 1/2 ലിറ്റർ തൈരൊന്നും വേണ്ട, ഒരു ഇച്ചിരി കോളം മതി. സത്യമായിട്ട് വിളിക്കുവോ? വാ സൂസേ, ഈ സൂസേ. ആ ആരാത്? ഞാനാടി ഷൈനി. ഷൈനിയാ? ദേവന്നി. ഇരി ഷൈനി. ഇരിക്കിരിക്കിരിക്കിരിക്കി. അല്ല ഇതെന്താ പതിവില്ല ഈ വഴിക്ക്? ബാങ്കിൽ പുതിയ വല്ല അക്കൗണ്ടും തുറപ്പിക്കാനാണോ? പിന്നെ എനിക്ക് വട്ടല്ലേ, ഉള്ള അക്കൗണ്ട് എങ്ങനെ അവസാനിപ്പിക്കണം നോക്കി നടക്കുമ്പോഴാ. അന്നാ പിന്നെ കാര്യം പറ. ഒന്നുമില്ലാതൊന്നും മോള് വരില്ല. ഇനി ഇടവകയിൽ എന്തെങ്കിലും കുടുംബ കൂട്ടായ്മയുടെ പരിപാടിയോ മറ്റോ ആയിട്ടാണോ? സംഗതി കുടുംബം തന്നെയാ, പക്ഷെ കൂട്ടായ്മയാണോ അടിച്ചുപിരിയിലാണോ എന്ന് വഴിയെ നോക്കാം. എന്താ കാര്യം? പറ 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 പറ. തെളിച്ച് പറയാം, പിന്നെ എന്നെ കുറ്റം പറയരുത്. നീ തെളിച്ച് പറ. നിങ്ങൾക്ക് ആ ബ്യൂട്ടി പാർലർ നടത്തുന്ന ശോശാമ്മ അറിയും? അറിയോന്ന്? ആ കുതിരയെ പോലെ ചാടി ചാടി കിടക്കണ പെണ്ണല്ലേ? അവളുടെ ചെരുപ്പിന്റെ മുകളിൽ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ നടുപടി. അതെന്തേ അവളവളുടെ കെട്ടിയതിനായിട്ട് അടിച്ചു പിരിഞ്ഞോ? അതൊന്നുമല്ല. പിന്നെ അവളെ ആ ചെറിയത്തെ പൗലൂസിന്റെ മോനെയും ചേർത്ത് ഓരോന്ന് പറയണ്ടല്ലോ. ശരിയാ? അവൾ അവന്റെ കൂടെ ഒളിച്ചോടിയോ? അവൾ എവിടെ ഓടിപ്പോയിട്ടൊന്നുമില്ല. ഇന്നവള് ബാങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ആരെ കാണാൻ വേണ്ടിട്ടാ? ആരും കാണാനൊന്നല്ല, ഒരു ചെക്ക് മാറാൻ വന്നതാ. ഷോ, ഞാൻ എന്തോ വെറുതെ വല്ലാതൊക്കെ പ്രതീക്ഷിച്ചു. അവൾ അവിടെ മാറാൻ കൊണ്ടുവന്നത് ആരുടെ ചെക്കാന്ന് വിചാരിച്ചിട്ടാ? നമ്മുടെ പ്രാഞ്ചി കൊടുത്ത ചെക്കാ. കർത്താവേ, പ്രാഞ്ചേട്ടൻ എന്താ ഞാൻ പെണ്ണിന് ഇത്രയും രൂപയുടെ ചെക്ക് കൊടുക്കണേ? അത് കടം വാങ്ങിച്ചതായിരിക്കും സൂസേ. പ്രാഞ്ചേട്ടൻ എന്താ അവരുടെ കയ്യിൽ നിന്നൊക്കെ കടം വാങ്ങിക്കണ കാശ്? എടി, ആ പെണ്ണിന്റെ കെട്ടിയ ഗൾഫിലല്ലേ, അവിടെ നിന്ന് അയാൾ അയക്കണ പൈസ മുഴുവൻ അവള് പൈസക്ക് കൊടുക്കുകയാണ്. അതെ, വല്ല അത്യാവശ്യം വന്നപ്പോ ചെറിയ റോളിങ്ങിന് വേണ്ടിട്ട് കടം മേടിച്ചതായിരിക്കും. എനിക്കെന്തോ പേടിയാവുന്ന ആലീസ് ചേച്ചി. നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കും സൂസേ. നിനക്കിപ്പോ സമാധാനായോ? അങ്ങനെ ആവാട്ടോ. എന്നാലും ഇത്ര വലിയ എമൗണ്ട് പ്രാഞ്ചിയുടെ അക്കൗണ്ടിൽ നിന്ന് പോകുമ്പോ ഞാൻ അറിഞ്ഞിട്ട് പറഞ്ഞില്ല എന്ന് പറയരുതല്ലോ. എന്റെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വന്നതല്ല അല്ലേ? അതെന്താ ആലിസ നീ അങ്ങനെ പറയണത്? ആ പെണ്ണിനെ പറ്റി ഇടവകയിൽ വലിയ മതിപ്പൊന്നുമില്ല. അങ്ങനെ ഒരു പെണ്ണ് പ്രാഞ്ചിയുടെ ചെക്കും കൊണ്ടുവന്നാ പറയേണ്ടത് എന്റെ ഉത്തരവാദിത്വമല്ലേ? ഷൈനി, അവൾ ആദ്യമായിട്ടാണോ പ്രാഞ്ചേട്ടന്റെ ചെക്കും കൊണ്ടുവരണേ? അതെനിക്കറിയില്ല. അവള് സ്ഥിരം ചെക്ക് മാറാനായിട്ട് വരാറുണ്ട്. ഞാൻ ഈ ആഴ്ച ക്യാഷിലിരുന്നപ്പോഴാണ് ഞാൻ കണ്ടത്. ഇത് ഞാൻ പറഞ്ഞ സംഗതി തന്നെയാവും, പലിശ. അല്ലെങ്കിലും ചേട്ടനാണ് ഇച്ചിരി പലിശക്കെടുപ്പ് കൂടുതലാ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഞാൻ പോവാട്ടാ. വൈകുന്നേരം പള്ളിയിൽ വചനപ്രഘോഷനുള്ളതാണേ. ഇങ്ങനെ കുടുംബം കളിക്കാൻ നടന്നിട്ട് ഏത് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് എന്താ? എന്റെ കുടുംബം കലങ്ങും ആലീസ് ചേച്ചി. നീ ടെൻഷൻ അടിക്കാതിരിക്കും സൂസേ. നമുക്ക് പ്രാഞ്ചിനോട് സംസാരിക്കാൻ പാടില്ലേ? നീ അതായി. ഈടെയായിട്ട് രണ്ടുപേരും നല്ലോണം വൈകിട്ടാ വീട്ടിലെത്തുന്നത്. എന്തെങ്കിലും ഒന്ന് ചോദിച്ചാലോ? പിന്നെ കടയത്തിരക്ക്, കല്യാണത്തിരക്ക്, ഒരു 100 കൂട്ടം ന്യായങ്ങൾ പറഞ്ഞോണ്ട് വരും. തുടങ്ങിയ നോക്കിനി. നീ വെറുതെ ഓരോന്ന് ചിന്തിച്ച് കാട് കയറണ്ട. അവർക്ക് ശരിക്കും തിരക്കുണ്ടാവൂടി. വെറുതെ ഷൈനി പറഞ്ഞ കേട്ട് ഓരോന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കാനായിട്ട്. എനിക്കങ്ങനെ ടെൻഷനൊന്നും ഇല്ല ചേച്ചി. പ്രാഞ്ചേട്ടനെ എനിക്ക് അറിഞ്ഞൂടെ? എന്റെ മുഖത്തല്ലാതെ വേറെ ഒരു പെണ്ണുങ്ങളുടെ മുഖത്തും പ്രാഞ്ചേട്ടൻ നോക്കില്ല. അതെന്റെ കുരുവേട്ടനും അങ്ങനെ തന്നെയാ. പക്ഷെ അവര് മാത്രം നന്നായാ പോരല്ലോ. ഈ ശോശാമയെ പോലുള്ള കുറെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടല്ലോ മാന്യമായിട്ടുള്ള ആൾക്കാരെ വഴി തെറ്റിക്കാനും വേണ്ടിട്ട്. വഴി തെറ്റിയിട്ടില്ല. വന്നിട്ട് നോക്കിയിരിക്കണ്ടോ? പിള്ളേരെ ഉറങ്ങി തോന്നുന്നുണ്ടാ? ഒന്നും പറയണ്ടാ. നിങ്ങൾ ഇത് എവിടെ പോയി കിടക്കുവായിരുന്നു ഇത്രയും നേരം? ഇന്നിവിടെ അച്ഛൻ വരുമെന്ന് പറഞ്ഞിട്ട് മറന്നുപോയോ നിങ്ങൾ? അയ്യോ, ഞാനത് അങ്ങോട്ട് മറന്നു. അച്ഛൻ വന്നു. അച്ഛൻ വന്നു. ഭാഗ്യത്തിന് അച്ഛൻ വന്നില്ല. അച്ഛന്റെ ബിഷപ്പ് ഹൗസിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതെന്തായാലും നന്നായി, അല്ലെങ്കിൽ പണി പാളിയായിരുന്നു. എല്ലാം അറിയാം. ഞങ്ങളല്ലെങ്കിൽ നേരത്തെ എപ്പോഴാ വരണ്ട? ഇവനാ മുഖത്ത് ചാണം തേക്കരുന്നിട്ടാന്നേ. ചാണകം പിണ്ട നല്ലത്. ഹെയർബൽ ഫേഷ്യൽ, അത് പച്ചില കൂട്ട്.
അപ്പൊ നിങ്ങൾ തുടങ്ങിയ പെണ്ണുങ്ങളുടെ പരിപാടി? ഞാനല്ല, ദാ ഇവനാ. എന്താണ് ഫേഷ്യലാ, പിന്നെന്താ മണിക്കൂറാ, വെടിക്കൂറാ, അങ്ങനെ എന്താണ്ടൊക്കെ ചെയ്തിട്ട് 1 മണിക്കൂർ എടുത്തു പോവാൻ. ആഹാ, അപ്പൊ ഞാൻ കേട്ടതൊക്കെ സത്യല്ലേ? ഇതാരിപ്പോ ഇവിടെ വന്ന് പറഞ്ഞു കൊടുക്കണേ? അവരതോ അവനാവും. നമ്മളിന്നാള് ബ്യൂട്ടി പാർലർ പോണത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്റെ കർത്താവേ, അതിനിപ്പോ കർത്താവിനൊക്കെ വിളിക്കാൻ തൊട്ടാണ്ടായി. ആ, ഞാനും ഏട്ടങ്കടി കൂടി ഒന്ന് ബ്യൂട്ടി പാർലറിൽ പോയി. നാളെ കയറി തുടങ്ങി. അതാ ഇടയ്ക്കൊക്കെ ഒന്ന് ഡൈ അടിക്കണ്ടേ, ആൾക്കാരുടെ മുമ്പിൽ പിടിച്ചിക്കണ്ട നമുക്ക്. നിങ്ങളുടെ ആളുടെ മുമ്പിൽ പിടിച്ചിരിക്കണാരി പറയണേ. നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ചിട്ടാണല്ലോ ഈ പറയണേ. ഞങ്ങളല്ല, നിങ്ങളുടെ മനസ്സാ പ്രശ്നം. ഏയ്, ഇവർക്ക് ഇത് എന്താ പറ്റിയേ? കേറി വന്നപ്പോ തുടങ്ങിയതാണല്ലോ. ആലീസേ, നീ ഇന്ന് ഇടത്തേക്ക് എണീച്ചേ. ഞങ്ങള് നേരെ വാ നേരെ പോന്ന് തന്നെയാണ്. ഇടത്തോട്ടും വലത്തോട്ടൊക്കെ ചെയ്യണതേ ആരാന്നുള്ളത് നാട്ടുകാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എന്തൊട്ടൊക്കെ ഈ പറഞ്ഞേ? എനിക്കൊരു പിടിയും കിട്ടില്ലേട്ടാ. എനിക്കൊന്നും മനസ്സിലാവില്ലടാ. നാട്ടുകാർ പിടിച്ച് കെട്ടിയിടുമ്പോഴത്തേനും 2 മനസ്സിലായിക്കോളൂ. നിങ്ങളെ കാര്യം തൊട്ടച്ച തെളിച്ച് പറയും. മനുഷ്യന് വിശന്നിട്ട് കണ്ണു കാണാല്ലേ. അയ്യോ, അപ്പൊ അവിടെ നിന്ന് കിട്ടിയില്ലേ തിന്നാൻ? എവിടുന്ന്? നിങ്ങളുടെ മറ്റു പാർലറിന്ന്. ഞങ്ങളതിന് ബീർ പാർലറിലല്ല പോയേ, ബ്യൂട്ടി പാർലറില. അവിടുന്ന് തന്നെയാ ഒന്നും തിന്നാൻ കിട്ടില്ലെന്ന് ചോദിച്ചത്. അല്ല, സത്യത്തില് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആ ബ്യൂട്ടി പാർലർ നടത്തുന്ന ശോശാമ്മയായിട്ട് എന്താ ബന്ധം? ശോശാമ? ഏത് ശോശാമ? നിങ്ങൾക്ക് അറിയില്ലല്ലേ? പിന്നെ ഏത് ബ്യൂട്ടി പാർലറിനാ നിങ്ങൾ ഈ മുഖം വൃത്തിയായിക്കൊണ്ട് വന്നത്? നമ്മുടെ ബാർബർ രാജന്റെ മോൻ അജിത്ത് നടത്തുന്ന ബ്യൂട്ടി പാർലറില്. നമ്മുടെ മെൻസ് ലുക്ക്. അപ്പൊ ശോശാമ്മയുടെ ബ്യൂട്ടി പാർലറിൽ നിന്നല്ല അല്ലേ? അല്ലടാ, ഏതാ ഈ ശോശാമ്മയുടെ ബ്യൂട്ടി പാർലർ? ടൗണിലെ ഡാഫോഡിൽസ് അറിയില്ലേ നിങ്ങക്ക്? ഓ, നമ്മുടെ ഡാഫോഡിൽസ്. നമ്മുടെ ഗൾഫിലെ ജോണേട്ടന്റെ ഭാര്യ ജൂലിയുടെ ചേച്ചി ശോശാമ്മയുടെ ബ്യൂട്ടി പാർലറേ. എടാ, അത് പെണ്ണുങ്ങളുടെ ബ്യൂട്ടി പാർലറല്ലേ, അവിടെ ആണുങ്ങൾ പോയിട്ട് എന്താ കാര്യം? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്, അവിടെ നിങ്ങൾക്ക് എന്താ കാര്യമെന്ന്. സൂസൻ, നീ വെറുതെ മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കരുതിട്ടാ. കുറെ നേരമായി ശോശാമയും കൂശാമയും. ഹോ, അപ്പൊ ഞാൻ ചോദിച്ചതാ കുറ്റം. നിങ്ങൾക്ക് അവർക്ക് വാരിക്കോരി കൊടുക്കുന്നതിനൊരു കുഴപ്പമില്ലല്ലേ? ഇത് എന്തുട്ടൊക്കെ ഇവിടെ പറഞ്ഞുണ്ടാക്കണേ? ഞാൻ പറഞ്ഞാരാടാ, നീ കൊടുത്ത ചെക്കുമായിട്ട് ഇന്ന് ശോശാമ്മ അവളുടെ ബാങ്കിൽ പോയിരുന്നു. ഞാൻ കൊടുത്തതാ? നിങ്ങക്ക് വല്ല പ്രാന്തണ്ടാ? ഞാൻ എന്തിനാ അവൾക്ക് ചെക്ക് കൊടുക്കണേ? ഹാ, അത് തന്നെയാ ഞങ്ങൾക്കും അറിയേണ്ടത്. അല്ലടാ, ഇനിയിപ്പോ എന്തെങ്കിലും ആവശ്യത്തിന് നീ ചെക്ക് കൊടുത്തിണ്ടാ? ഏട്ടങ്ങണി തുടങ്ങിയ? ഇല്ലാന്ന് പറഞ്ഞു ഒഴിയണ്ട. ആ ബാങ്കിലെ ഷൈനിയാവുന്ന ഞങ്ങളോട് നേരിട്ട് വന്ന് പറഞ്ഞത്. അതെ, നീ ഒപ്പിട്ട 10,000 രൂപയുടെ ചെക്ക് ഇന്ന് അവള് ബാങ്കിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാ? എത്ര രൂപയുടെ? 10,000 രൂപയുടെ. റാഞ്ചിയെ 10,000 ഉറുപ്പിയുടെ ചെക്കാ? ഒരു മിനിറ്റ്. എത്ര രൂപയുടെ? 10,000 രൂപയുടെ. എന്താ ബ്യൂട്ടി പാർലർ നടത്തണ ആ പെണ്ണിന്റെ പേരെന്ന് പറഞ്ഞേ? ശോശാമ്മ. കട്ട് പ്രാഞ്ച് ശോശു, ശോശാമ. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. അയ്യോ, കണ്ടോ? അപ്പൊ ഷൈനി വന്ന സത്യം തന്നെയാ. അതവൻ കൊടുത്തതൊന്നും ആവില്ല. പിന്നെ ചെക്ക് ഞാൻ കൊടുത്തത് തന്നെയാണ്. അയ്യോ എന്റെ കർത്താവേ, ഇനി എനിക്ക് അഭിമാനം ആരുണ്ട്? സൂസൻ, നീ ഓവറാക്കണ്ട. നാളെ കാലത്ത് 10 മണിക്കുള്ളിൽ എന്റെ ചെക്ക് എങ്ങനെ ശോശാമ്മയുടെ കയ്യിലെത്തി എന്നുള്ള എന്റെ സത്യാവസ്ഥ ഞാൻ പൊളിച്ചുതരാം. അതെ, പ്രാഞ്ചി പറഞ്ഞല്ലേ, നിങ്ങൾ കുറച്ചേരം വെയിറ്റ് ചെയ്യേ. ഇപ്പൊ തൽക്കാലം പോയി ചോറെടുത്ത് വെക്കി. അതെ, അതിന് ഒട്ടും വെയിറ്റ് ചെയ്യണ്ട. ചെല്ല്, ചോറെടുത്ത് വെക്കി. ചോറേ ഇത് തെളിഞ്ഞിട്ട് കഴിച്ചാൽ മതി. എന്തുട്ടാ ഈ പറയണ വിറ്റകള്? ഹലോ. ഞാൻ ഇന്ന് കാലത്തോട്ട് നിന്നെ വിളിക്കണല്ലേ? നിനക്കൊന്ന് ഫോൺ എടുത്തൂടെ? അതിന് പ്രാഞ്ചേട്ടാ, ഞാൻ ഫോൺ സൈലന്റിൽ ഇട്ടിരിക്കല്ലേ, പിന്നെ എങ്ങനെയാ ഫോൺ കിട്ടുക? സൈലന്റ് ആക്കിയിടാനാ ഫോൺ? നീ എവിടെയാ? ഞാൻ ഇവിടെ ഉണ്ട്. വീട്ടിലാ? അല്ല. നീ കടയിലെത്തിയാ? ഇല്ല. പിന്നെ നീ എവിടെയാടാ? ഞാൻ റോഡിലുണ്ട്, വരണ വഴിയാ. നീ എവിടെ നിക്കണെന്ന് പറടാ, ഞാൻ അങ്ങടെ വരാം.
നമുക്ക് ഒരുമിച്ചൊരു സ്ഥലം വരെ പോണം. ഇതൊക്കെ പ്രാജേട്ടന് മുൻകൂട്ടി പറയണ്ടേ, എന്നാലേ ഗ്ലാമർ ആയിട്ട് വരാൻ പറ്റുള്ളൂ. ഏത് കല്യാണത്തിനല്ല, ഇത് വേറൊരു കാര്യത്തിനാ. ഇതൊക്കെ പ്രാജേട്ടന് മുൻകൂട്ടി പറയണ്ടേ? അല്ലടാ, 16 അടിയന്തരത്തിന്. ആരുടെ 16 അടിയന്തരം? നിന്റെ മുത്തശ്ശന്റെ. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതെ അതെ, ഞാൻ 10 മിനിറ്റ് കൊണ്ട് കടയിലെത്തി. നീ ആദ്യം എവിടെ നിക്കണെന്ന് പറ. ഞാൻ പാറയമ്പാടത്ത് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ആ മെയിൻ റോഡ് കയറില്ലേ? അവിടെ എവിടെ? ഫ്രണ്ട്സ് ഹോട്ടലിന്റെ മുന്നില. അതൊക്കെ കഴിഞ്ഞു. പിന്നെ എവിടെ എത്തിരാ? അവിടെ ഏതെങ്കിലും സ്ഥലം പറഞ്ഞേ. അത് അവിടെ ആ വീട്ടിലൊരു പട്ടി. അല്ല അത് അവിടെ സ്കൂട്ടറിൽ ഒരാളെ ഫോണിൽ സംസാരിച്ച് നിൽക്കുന്നുണ്ട്. എവിടെ? ഇവിടെ അടുത്ത് തന്നെ. ഞാൻ നടന്നു വരുന്നതിന്റെ ഒരു 10 അടി ദൂരത്തെ പ്രാജിയിട്ടാറില്ല കൂതറ ജുബല്ലേ, അതുപോലെ ജുബിട്ടിട്ട് ഒരാൾ ഫോൺ സംസാരിച്ച് നിൽക്കുന്നുണ്ട്. അയ്യോ, പ്രാജിയേട്ടനോ? അപ്പൊ ഞാൻ ഫോണിൽ ആരോട് സംസാരിച്ചത്? ഫോൺ കട്ടിടക്കാൻ. ഞാൻ നിന്റെ കയ്യിൽ മേസരി ബാലിനെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ട് ചെക്ക് തന്നിണ്ടായില്ലേ? ചെക്ക? ഒരു 10,000 രൂപയുടെ ചെക്ക് മേസരി ബാലിന് കൊടുക്കാൻ. എടാ, കുരുവേട്ടന്റെ കടയിലെ ഷീറ്റ് മാറ്റിന്റെ കൂലിയേ. അത് ശരിയാണല്ലോ. ആ, അത് നീ കൊടുത്തോ? അത് എപ്പോഴാ ഞാൻ കൊടുത്തു. ആർക്കാ കൊടുത്തേ? പ്രാഞ്ചിയേട്ടൻ എന്നെ ഇങ്ങനെ സംശയിക്കരുത്. നീ ആർക്കാ കൊടുത്തേന്ന് പറടാ. പ്രാഞ്ചിയേട്ടൻ പോലീസുകാർ കള്ളന്മാരോട് പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറുന്നത്. ഞാൻ എപ്പോഴെങ്കിലും പ്രാഞ്ചിയേട്ടൻ്റെ 10 രൂപ എടുത്തിട്ടുണ്ടോ? ഭാസ്കര, നീ സെന്റിമെന്റ്സ് അടിക്കാതെ കാര്യം പറയും. നീ ആ ചെക്ക് ആർക്കാ കൊടുത്തേ? ഞാൻ ചെക്ക് അത് പറടാ. ഇപ്പൊ ഓർമ്മ വന്നു. നീ ആ ബ്യൂട്ടി പാർലർ നടത്തുന്ന ശോശാമയ്ക്കല്ലേ ചെക്ക് കൊടുത്തേ? ശോശാമയ്ക്കോ? ശോശാമയ്ക്ക് ഞാൻ എന്തിനാ കൊടുക്കണേ? നീയല്ലേ അവളോട് സ്ഥിരം ഇങ്ങനെ പഞ്ചാര അടിക്കണേ, ശോശു കീശു എന്നൊക്കെ പറഞ്ഞിട്ട്? പ്രാഞ്ചിയേട്ടൻ എന്തൊക്കെ പിന്നെ ആരെ ഈ ശോശു? ശോശാമയല്ല, പിന്നെ സുസ്മിത. സുസ്മിത എന്റെ അമ്മാവന്റെ മോളാ സുസ്മിത. അവളെ നീ ശോശു എന്ന് വിളിക്കണേ? അവൾക്ക് അങ്ങനെ വിളിക്കുന്ന ഇഷ്ടം. അത് പോട്ടെ, ആ ചെക്ക് പിന്നെ ആർക്കാ കൊടുത്തു നീ? അത് ആശാരി ബാലിന് കൊടുത്തു. ആശാരി ബാലിന് നീ കൊടുത്തോ? ഞാൻ മുഴുവൻ പറയട്ടെ പ്രാഞ്ചേട്ടാ. അത് ആശാരി ബാലിന് കൃത്യമായി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വർദ്ധുവിന് ശരിക്കും ഏൽപ്പിച്ചു. വർദ്ധുവിന് അപ്പൊ കൊടുത്തു നീ ആ ചെക്ക് അല്ലേ? അതേന്നെ, അതൊക്കെ വർദ്ധു എന്നെ ആശാരി ബാലിന് കൊടുത്തിട്ടുണ്ടാവും. അതല്ലേ? ഒരു മിനിറ്റ് കേട്ടാ. നിങ്ങളൊക്കെ ഒരുമിച്ചാണോ ഈ ഫോൺ സൈലന്റ് ആക്കണേ? അതാ ഫോൺ ഇറങ്ങി. ഹലോ ഹലോ, നീ എവിടെയാ? സോറി പ്രാഞ്ചേട്ടാ, ഞാൻ നേരത്തെ ഫോൺ എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു. നീ ഇപ്പൊ എവിടെയെന്ന് പറയേ? അത് നമ്മുടെ ഡഫോൾസ് മറ്റേ ബ്യൂട്ടി പാർലറില്ലേ, നമ്മുടെ ആ ശോശാമച്ചിയുടെ. ആ, എല്ലാം എനിക്ക് മനസ്സിലായിടാ. ഓ, പ്രാഞ്ചേട്ടൻ്റെ ഒരു കാര്യം, പ്രാഞ്ചേട്ടൻ അറിയാണ്ട് ഇവിടെ ഒരു അല്ലാനെങ്കില്ല. നീയേ അവിടെ തന്നെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. അതിന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നീ ഇപ്പൊ എവിടെയെന്ന് പറയുന്ന? നമ്മുടെ ആ പൊറിഞ്ചേട്ടൻ്റെ സ്ഥലം കച്ചവടത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ അവിടേക്ക് പോയോണ്ടിരിക്കുക. എന്നാ ഞാനും ആ വഴിക്ക് തന്നെ വരണേ. വേഗം വാ പ്രാഞ്ചേട്ടാ. അതെ, എനിക്ക് പ്രാഞ്ചേട്ടനോട് കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട്. ആ, എനിക്ക് നിന്നോടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അവിടെ നിൽക്കട്ടാ. ബസ്കറ കയറാ. ഞാൻ വരണോ? കയറാ. അമ്മേ, ഞാൻ എപ്പോ എത്തിയെന്നറിയോ? ഈ വക കാര്യത്തിനൊക്കെ ഒരു കൃത്യനിഷ്ഠ വേണ്ടേ? അതെടാ,
കൃത്യനിഷ്ഠ മാത്രമല്ല, സമയവും സന്ദർഭവും ഒക്കെ നോക്കണം. അത് കറക്റ്റ്. പിന്നെ ഒരു കാര്യം കൂടി നോക്കണം, ആരാന്റെ കാശെടുത്തല്ല ഈ പണിക്കിറങ്ങേണ്ടത്. അതെന്താ പ്രാഞ്ചേട്ടാ അങ്ങനെ പറയണേ? ഇതൊക്കെ ഒരു തരം റോളിംഗ് അല്ലേ? കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് ചെയ്യാൻ പറ്റുമോ? മറ്റുള്ളവരുടെ കുടുംബം കളിക്കിട്ടാ നിന്റെ റോളിങ്. പ്രാഞ്ചേട്ടൻ ഞാൻ ആരുടെ കുടുംബം കളിക്കുന്ന പറയണേ? മേശ്രി ബാലിന് കൊടുക്കാൻ നിന്നെ ഭാസ്കരനെ ഏൽപ്പിച്ച 10,000 രൂപയുടെ ചെക്ക് നീ ആർക്കാ കൊടുത്തേ? നമ്മുടെ ബ്യൂട്ടി പാർലർ നടത്തുന്ന ശോശാമയ്ക്ക്. പ്രാഞ്ചേട്ടൻ എന്തിനാ പെണ്ണടിച്ചേ? നിനക്കത് മനസ്സിലായില്ല? ഞാൻ പ്രാഞ്ചേട്ടനോട് പറയാണ്ട് പൊറിഞ്ചേട്ടന്റെ സ്ഥലം കച്ചവടം ഞാൻ മുറിക്കുന്നു വിചാരിച്ചിട്ടല്ലേ? അപ്പൊ നിനക്ക് ഞാൻ നിന്നെ തല്ലിയത് എന്തിനാന്ന് മനസ്സിലായിട്ടില്ല അല്ലേ? ഞാൻ മേശ്രി ബാലിന് കൊടുക്കാൻ തന്ന ചെക്ക് എടുത്തിട്ടാണോ നീ നിന്റെ സെറ്റപ്പിന് കൊടുത്തേ? സെറ്റപ്പാ? പ്രാഞ്ചേട്ടൻ ശോശാമേച്ചിനെ കുറിച്ച് അനാവശ്യം പറയായിരിക്കോട്ടാ. പിന്നെ എന്തിനാണ് നീ ആ ചെക്ക് എടുത്ത് അവർക്ക് കൊടുത്തത്? ഇത്രക്ക് ചീപ്പാണോ അരിപ്രാഞ്ചി? ഞാൻ ആ ചെക്ക് ശോശാമേച്ചി കൊടുത്ത് മേശ്രി ബാലൻ പറഞ്ഞിട്ടാ. ബാലൻ പറഞ്ഞിട്ടാ? അതേന്നേ, മേശ്രി ബാലന്റെ മോളുടെ കല്യാണത്തിന് മേക്കപ്പിനും കാർ ഡെക്കറേഷന്റെ ഒക്കെ ചെലവിലേക്കായിട്ടാണ് മേശ്രി ബാലൻ ശോശാമേച്ചിക്ക് ആ ചെക്ക് കൊടുക്കാൻ പറഞ്ഞ. വെറുതെ നിന്നെ തെറ്റിദ്ധരിച്ചിട്ടാ. സാറില്ല, ഇപ്പോ തെറ്റിദ്ധാരണ മാറിയല്ലോ. അല്ലെങ്കിലും എനിക്കറിയാം നിനക്കെന്നോട് ദേഷ്യമൊന്നും ഉണ്ടാവില്ല. ദേഷ്യമൊന്നുമില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ? എന്തേ? പ്രാഞ്ചേട്ട് ഇപ്പൊ എന്തിനാ പെണ്ണെ തല്ലിയേ?